എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലും കൂട്ടുകാർക്ക് ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ മെയിൻ ശല്യമാണ് ഇതേപോലെ പല്ലി, പാറ്റ, അതേപോലെ എലി, അതിൻ്റെയൊക്കെ. പാറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രസ്സ് മടക്കി വെച്ച അടുത്തുള്ള മുതൽ കിച്ചണിലും എല്ലായിടെയും നിരത്തിയിട്ടുണ്ടാവും. ഇതൊറ്റൊന്നും മതി അത് പെരുകി കുറേ ആവാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ പല്ലീൻ്റെ ശല്യം ഏറെക്കുറെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. ഇപ്പം ഞാൻ പല്ലീനെ പറ്റിനെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള 2-3 വീഡിയോസ് മുന്നേയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ടിപ്സ് തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ അതിലുള്ള ഐഡിയാസൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. കൂട്ടത്തിൽ നമുക്ക് എലീനെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ ഞങ്ങൾക്ക് എലീൻ്റെ ശല്യമില്ല. പല്ലി ആകെ ഒരു പല്ലി മാത്രമേ ഉള്ളൂ. അതിടയ്ക്കൊക്കെ വന്ന് പോവും, അതിനെ കാണാൻ കിട്ടാറില്ല. അതേപോലെ തന്നെ പാറ്റ അത്യാവശ്യം നല്ലോണം ഉണ്ട്. നമ്മൾ ലീവിനൊക്കെ നാട്ടിലേക്ക് പോകുമ്പോൾ അതുവരെ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും ഈ ഒരു പാറ്റേനെ തുരത്തി ഓടിച്ചാലും നമ്മൾ ലീവിന് പോകുന്ന ടൈമിലൊക്കെ അത് ആദ്യം വന്നിട്ട് ഇവിടെ നിറയും കേട്ടോ. ഇതൊറ്റൊന്നും മതിയല്ലോ മുട്ടയിട്ട് പെരുകി ഇതാവാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു ടിപ്പാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ. ഞാനിത് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് വേണ്ടാത്ത തൈരിൻ്റെ ഒരു പാത്രം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നമ്മളെ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ സോസാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതെല്ലാം മിക്കവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. ഈ ഒരു സോസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പാറ്റയ്ക്കായാലും പല്ലിക്കായാലും ഭയങ്കര ഇഷ്ടമുള്ള സംഭവം തന്നെയാണ്. അതേപോലെ തന്നെ എലിക്കും. അപ്പം കുറച്ച് ഒരു 1.5 സ്പൂണോളം സോസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് ഞാൻ നല്ല പിരിയ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അപ്പം പിന്നെ 1 സ്പൂണ് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വിനാഗിരീൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഉറമ്പ് മുതൽ മൂട്ട, പാറ്റ, അതേപോലെ പല്ലി അതിനൊക്കെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വിനാഗിരിക്ക് ഭയങ്കര ഒരു ശക്തി തന്നെയാണ് കേട്ടോ. അപ്പം പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് ബേക്കിംഗ് സോഡയാണ്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞ വീഡിയോയിൽ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സൗണ്ടിന് ക്വാളിറ്റി കുറവാണെന്നിട്ട്. അപ്പോൾ എനിക്ക് വയ്യ, ഇവിടെ ഭയങ്കര തണുപ്പാണ്, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ സൗണ്ടിന്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതാ ഒരു പാഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു പാഡിന് നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ അബ്സോർബ് ചെയ്യാൻ ഭയങ്കര ഒരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാഡിലേക്ക് ഇതാക്കി കൊടുക്കുമ്പോൾ കുറേ സമയം അത് അവിടെ തന്നെ നിന്നോളും. നമ്മൾ രാത്രി വെച്ച് കൊടുക്കുകയാണെങ്കിൽ രാവിലെ വരെ ഈ ഒരു സംഭവം അതിൽ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ പിടിച്ച് കിടന്നോളൂ കേട്ടോ. നല്ലപോലെ ഇതിലേക്ക് അങ്ങ് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് എവിടേക്കാണോ ഈ ഒരു ശല്യം ഉള്ളത് ഈ ഒരു ഭാഗത്തേക്ക് ഇത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് തിന്ന ഉടനെ തന്നെ പല്ലിയായാലും പാറ്റയായാലും ഒക്കെ ചെത്തുപോകും. ഇതിൽ ഞാൻ വേറൊരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്. നമ്മളെ പാരസിറ്റമോളിൻ്റെ ഗുളിക, ഒരു ഗുളികയാണ്. ഞാനത് നല്ലപോലെ ഒന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പാരസിറ്റമോളിൻ്റെ ഗുളികനെ എല്ലാവർക്കും അറിയാലോ, എലീനെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബെസ്റ്റ് സംഭവമാണ്. ഈ ഒരു പാരസിറ്റമോളിൻ്റെ ഗുളിക വെച്ചിട്ട് നമുക്ക് എലി ഒരിക്കലും നമ്മളെ വീട്ടിലേക്ക് വരില്ല കേട്ടോ. ഈ ഒരു പാരസിറ്റമോളിൻ്റെ ഗുളികേൻ്റെ ഇത് എലീൻ്റെ വയറ്റിലെത്തിക്കഴിഞ്ഞാൽ എലി പിന്നെ കാണില്ല. അപ്പം ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ പാരസിറ്റമോളിൻ്റെ ഗുളികയും കൂടെ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കർപ്പൂർച്ചോ ചെടിച്ചട്ടീൻ്റെ അവിടെയോ അല്ലെങ്കിൽ പാറ്റ വരുന്ന സ്ഥലം എവിടെയോ നിങ്ങൾക്കറിയാം, നമ്മളെ വീട്ടിലുള്ള സ്ഥലം നമുക്കറിയാമല്ലോ, അവിടെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് തിന്ന് കഴിഞ്ഞിട്ട് പാറ്റയായാലും പല്ലിയായാലും പിന്നെ ഓടിക്കോളും, അത് ചത്തുപോവുകയാണ് ചെയ്യുക, പിന്നെ അത് ജീവിച്ചിരിക്കില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.